സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരുന്നു. ഇന്ന് 5 ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചത്. 4 ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. മഴയ്ക്കൊപ്പം ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട്. കേരള, കർണാടക തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. വിവരങ്ങളുമായി ജോസഫ് അഗസ്റ്റിൻ ചേരുന്നു. ജോസഫ്, കാസർഗോഡ് ജില്ലയിൽ നിലവിൽ റെഡ് അലർട്ടാണ്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കടക്കം അവധി പ്രഖ്യാപിച്ച സാഹചര്യമാണ് നിലവിലുള്ളത്. മഴയുടെ വിശദാംശങ്ങൾ. കഴിഞ്ഞ 2 ദിവസമായി കാസർഗോഡ് ജില്ലയിൽ പെയ്യുന്ന കനത്ത മഴയ്ക്ക് അല്പം ശമനമുണ്ടായിട്ടുണ്ട്. ഇന്ന് രാവിലെ മുതൽ മഴ വിട്ടുനിൽക്കുന്ന ഒരു സാഹചര്യമാണ് ജില്ലയിൽ നിലവിലുള്ളത്. എന്നിരുന്നാൽ പോലും ജില്ലയുടെ വിവിധ ഭാഗങ്ങളിലായി മണ്ണിടിച്ചിൽ രൂക്ഷമാണ്. മഞ്ചേശ്വരം, കജയിലും, വീരമലക്കുന്നിലും, മട്ടളായിക്കുന്നിലും, ചെർക്കള മുതൽ തട്ടഞ്ചാല് വരെയുള്ള ഭാഗങ്ങളിലും മറ്റും ആണ് ഇത്തരത്തിൽ മണ്ണിടിച്ചിൽ ഭീതി നിലനിൽക്കുന്ന ഒരു സാഹചര്യമുള്ളത്. മാത്രവുമല്ല, മഞ്ചേശ്വരം താലൂക്കിലെ വിവിധ പ്രദേശങ്ങളിലും നീലേശ്വരം താലൂക്കിലും ഇത്തരത്തിൽ വെള്ളക്കെട്ട് രൂക്ഷമാകുന്ന ഒരു സാഹചര്യം കൂടി നിലനിൽക്കുന്നുണ്ട്. ദേശീയപാത നിർമ്മാണം പുരോഗമിക്കുന്ന വിവിധയിടങ്ങളിൽ വെള്ളക്കെട്ട് രൂക്ഷമാണ്. അതുകൊണ്ട് തന്നെ ഈ ഭാഗത്തൂടെ യാത്ര ചെയ്യുന്നവർ കൃത്യമായി ജാഗ്രത പാലിക്കണമെന്നാണ് ജില്ലാ ഭരണകൂടം നൽകുന്ന മുന്നറിയിപ്പ്. പുഴകളിലും ക്രമാതീതമായി ജലനിരപ്പ് ഉയരുന്നൊരു സാഹചര്യമുണ്ട്. തേജസ്വിനി പുഴയിലും, ഉപ്പളപ്പുഴയിലും, നീലേശ്വരം പുഴയിലും, കാര്യങ്കോട് പുഴയിലും, ഭീമനടി പുഴയിലും ഇതുപോലെ ക്രമാതീതമായി ജലനിരപ്പ് ഉയരുന്നുണ്ട്. ഇത് പ്രളയ സാധ്യതാ മുന്നറിയിപ്പ് നൽകിയിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ. അത് ആ പ്രളയ സാധ്യതാ മുന്നറിയിപ്പ് ഇപ്പോഴും നിലനിൽക്കുന്ന ഒരു സാഹചര്യമാണ് ജില്ലയിലുള്ളത്. മറ്റ് അനിഷ്ട സംഭവങ്ങളൊന്നും ജില്ലയിൽ ഇതുവരെയും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഏത് അടിയന്തര സാഹചര്യം നേരിടുന്നതിന് വേണ്ടിയുള്ള എല്ലാവിധ തയ്യാറെടുപ്പുകളും പൂർത്തിയാക്കിയതായി ജില്ലാ ഭരണകൂടം വ്യക്തമാക്കിയിട്ടുണ്ട്. പ്രധാനമായും ഈ മണ്ണിടിച്ചിൽ ഭീതി മൂലമാണ് കാസർഗോഡ് ജില്ല ഇപ്പോൾ ഏറ്റവും കൂടുതൽ പ്രതിസന്ധിയിലായിരിക്കുന്നത്. അതായത് ചെങ്കല്ല് കൂടിയൊരു പ്രദേശം, ആ മലകൾ വലിയ രീതിയിൽ മഴ പെയ്യുമ്പോൾ അതിലെ മേൽമണ്ണ് അടർന്നു വീഴുകയും വലിയ രീതിയിൽ മരങ്ങൾ കടപുഴകി വീഴുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. അതുകൊണ്ട് തന്നെ ഈ പ്രദേശത്തുള്ള ആളുകൾ വളരെയേറെ ആശങ്കയിലാണുള്ളത്. ഇന്നലെ കജയിൽ വലിയ രീതിയിൽ മണ്ണിടിച്ചിലുണ്ടായിരുന്നു. വിവിധയിടങ്ങളിലായിട്ടാണ് ഈ ഇത്തരത്തിൽ ഭൂമിയിൽ വിള്ളൽ രൂപപ്പെട്ടത്. അതിനുശേഷം ഈ ഭാഗത്തെ മണ്ണ് താഴോട്ട് പതിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. ഇവിടെ നിന്ന് 3ഓളം കുടുംബങ്ങളെ മാറ്റി പാർപ്പിച്ചിട്ടുണ്ട്. ഇതിന്റെ മറുവശത്തായി 30ഓളം കുടുംബങ്ങൾ ഇപ്പോഴും അപകട ഭീഷണിയിൽ തന്നെയാണ് ഉള്ളത്. പക്ഷെ ഇവർ ഇവിടെ നിന്ന് മാറാൻ ഇതുവരെയും തയ്യാറായിട്ടില്ല. ദുരന്ത നിവാരണ വകുപ്പ് ഉദ്യോഗസ്ഥർ അടക്കമുള്ള ആളുകൾ ഈ പ്രദേശത്ത് ക്യാമ്പ് ചെയ്യുന്നുണ്ട്. മറ്റ് റവന്യൂ ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ള ആളുകൾ ഇന്നലെ സ്ഥലം സന്ദർശിച്ചിരുന്നു. ഇനിയും മഴ കനക്കുകയാണെങ്കിൽ ഇതൊരു അപകടകരമായ സാഹചര്യത്തിലേക്ക് നീങ്ങുമെന്ന് തന്നെയാണ് അവർ പറയുന്നത്. എന്തായാലും മഴ അല്പം വിട്ടു നിൽക്കുന്നത് ആശ്വാസമാണ്. ഈ തൃക്കണ്ണാടും വലിയ രീതിയിലുള്ള കടലേറ്റമുണ്ട്. ഇത് സംസ്ഥാന പാതയ്ക്ക് തൊട്ടരികിൽ കടലെത്തി എന്നുള്ളതാണ് ഈ പ്രശ്നത്തിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നത്. അതായത് അജാനൂർ കടപ്പുറത്തും തൃക്കണ്ണാട് കടപ്പുറത്തും കോട്ടിക്കുളത്തും എല്ലാം ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള കടലേറ്റവും കടലാക്രമണവും രൂക്ഷമാണ്. നിരവധി വീടുകൾക്കാണ് കേടുപാടുകൾ സംഭവിച്ചത്. നിരവധി വീടുകൾ ഈ കടലാക്രമണത്തിൽ തകരുന്നൊരു സാഹചര്യമുണ്ടായി. സംസ്ഥാന പാതയും വലിയ രീതിയിലുള്ള അപകട ഭീഷണി നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഇവിടെ അടിയന്തര നടപടികൾക്ക് ആവശ്യമായി 25 ലക്ഷം രൂപയോളം ഇപ്പോൾ അനുവദിച്ചിട്ടുണ്ട്. മാത്രവുമല്ല, ഈ സംസ്ഥാന പാത അടിയന്തരമായി സംരക്ഷിക്കണമെന്ന് ആവശ്യപ്പെട്ട് വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കളും പ്രവർത്തകരും രംഗത്തെത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അങ്ങനെ ഈ പ്രദേശങ്ങളിൽ അടിയന്തര നടപടി സ്വീകരിക്കാനുള്ള ഒരു നിർദ്ദേശമാണ് ഇപ്പോൾ ജില്ലാ കളക്ടർ ഇപ്പോൾ നൽകിയിരിക്കുന്നത്. മറ്റു അനിഷ്ട സംഭവങ്ങളൊന്നും ജില്ലയിൽ ഇതുവരെയും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അർജുന.